കേരളത്തിലിരുന്ന് കേൾക്കുന്നത് പോലല്ല തമിഴ്നാട് ഇപ്പോൾ. സമ്പന്നതയിൽ രണ്ടാം സ്ഥാനത്തുള്ള തമിഴ്നാടിന്റെ യാഥാർത്ഥ്യം കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത്. വെളുപ്പിന് വീട്ടിൽ നിന്നിറങ്ങി തമിഴ്നാട് കയറി. ഇതുവരെ 144ഓളം കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു. വണ്ടിയുടെ ഫുൾ ടാങ്ക് ഡീസൽ ഉൾപ്പെടെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ആകെ ചെലവായിട്ടുള്ള തുകയാണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദിവസം ഇനി 422 പരം കിലോമീറ്റർ യാത്ര ചെയ്യാൻ കിടക്കുന്നു. സമയം 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഇടയ്ക്ക് വണ്ടി നിർത്തി വിശ്രമിച്ചൊക്കെയാണ് യാത്ര മുൻപോട്ട് പോകുന്നത്. നീതുവും വെങ്കിട്ടും നല്ല ഉറക്കം പിടിച്ചു. കിലോമീറ്ററുകൾ കൂടുന്നതനുസരിച്ച് നീതുവിന്റെ ഉറക്കത്തിന്റെ പോസുകൾ മാറിക്കൊണ്ടിരുന്നു. വഴിയരികിൽ കണ്ടതാണ്. കുറച്ചേറെ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചതാണ്. സംഭവം ഇവിടങ്ങളിലെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കൊണ്ടുവരുവാനും കൊണ്ടുവിടുവാനുമുള്ള വാഹനങ്ങളാണ്. എന്താലേ, വീട്ടിൽ വന്ന് ഫാക്ടറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. തിരിച്ച് വീട്ടിൽ കൊണ്ട് ഡ്രോപ്പും ചെയ്യും. പെൻഷൻ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് കിട്ടുകയും ചെയ്യും. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നത് കൂടുതലും സ്ത്രീകളാണെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം ഫാക്ടറികൾ എത്ര എണ്ണം കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. വഴിയരികിൽ കണ്ടതാണ്. റോഡിൽ പൂക്കൾ നിരത്തിയിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചതാണ്. സംഭവം എന്താണെന്നറിയാൻ പൂക്കൾ പോയ വഴിയെ പോയി നോക്കാൻ തീരുമാനിച്ചു. കുറച്ചേറെ ദൂരം വഴിയരികിലൂടെ പൂക്കൾ വിതറി പോയിട്ടുണ്ട്. കുറച്ചു ദൂരം പിന്നിട്ടതോടെ ഒരു സംഘത്തെ കണ്ടു. സംഭവം ഒരു വിലാപയാത്രയാണ്. മൃതശരീരം അടക്കം ചെയ്യുന്നതിനായി ശ്മശാനത്തിലേക്കുള്ള ഘോഷയാത്ര എന്ന് വേണമെങ്കിൽ പറയാം. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചും പാട്ടുപാടിയും ഡാൻസ് കളിച്ചുമാണ് ഘോഷയാത്ര മുമ്പോട്ട് പോകുന്നത്. ഇതൊന്നും അപ്പൊ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലല്ലേ. കൂടുതൽ അടുത്തേക്ക് പോകാൻ ഞാൻ നിന്നില്ല. ഞങ്ങൾ യാത്ര തുടർന്നു. നീതു പതിയെ പൊങ്ങി വന്നിട്ടുണ്ട്. സൺഗ്ലാസിന്റെ ഇരിപ്പ് കണ്ടിട്ട് കക്ഷിക്ക് സ്ഥലകാലബോധം തിരിച്ചു കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. 4:15 അല്പം ചായ വാങ്ങുന്നതിനായി ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി. ചായയും പരിപ്പോടയും പാർസലായിട്ടാണ് വാങ്ങിയത്. 90 രൂപയാണ് ചായക്കും പരിപ്പോടയ്ക്കുമായി ചിലവായത്. ടോൾ പ്ലാസകൾ പലതും മാറി വന്നു. നേരം സന്ധ്യയായി തുടങ്ങിയിരിക്കുന്നു. ഇനിയും 211 കിലോമീറ്ററോളം പിന്നിടാൻ കിടക്കുന്നു. 6 മണിയോടെ ഒന്ന് ഫ്രഷപ്പ് ആകാൻ വീണ്ടും ഒരു ബ്രേക്ക് എടുത്തു. അല്പം വെള്ളവും വാങ്ങി ഫ്രഷപ്പായി യാത്ര തുടർന്നു. രാത്രിയായെങ്കിലും പലയിടങ്ങളിലും ചെറുതായി ബ്ലോക്ക് കിട്ടുന്നുണ്ട്. 9 മണി കഴിഞ്ഞതോടെ റോഡുകളൊക്കെ ഏറെക്കുറെ വിജനമായി തുടങ്ങിയിരിക്കുന്നു. 10:30 ഹുസൂർ എന്ന് പറയുന്ന പ്രദേശത്തെത്തി. 10:15 ബാംഗ്ലൂർ അടുക്കാറായിരിക്കുന്നു. വഴിയരിയിൽ കണ്ട ഒരു റെസ്റ്റോറന്റിൽ വണ്ടി ഒതുക്കി ഡിന്നർ വാങ്ങി. ഡിന്നറിനായി ആകെ ചിലവായ തുക 405 രൂപ. ഇനി നേരെ ഇന്ന് ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ താമസിക്കാനായി ബുക്ക് ചെയ്തിട്ടുള്ള ഫ്ളാറ്റിലേക്കാണ്. 1300 രൂപയ്ക്കാണ് ഫ്ളാറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എങ്ങനെയായിരിക്കുമെന്നൊരു പേടിയുണ്ട്. 12 മണി കഴിഞ്ഞതോടെ ഫ്ളാറ്റിനടുത്തെത്തി. റിസപ്ഷനോ ചെക്ക് ഇൻ നടപടികളോ ഒന്നുമില്ല. ഫ്ളാറ്റ് നമ്പർ ബുക്ക് ചെയ്തപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ലിഫ്റ്റിൽ കയറി നേരെ ഫ്ളാറ്റിലേക്ക്. ഫ്ളാറ്റിന് മുമ്പിലെത്തി. പിൻ നമ്പർ അടിച്ച് ബോക്സ് തുറന്ന് കീ എടുത്തോളാനാണ് പറഞ്ഞിട്ടുള്ളത്. കീ എടുത്ത് ഫ്ളാറ്റ് തുറന്നു. മനോഹരമായ ഫ്ളാറ്റാണ് കിട്ടിയിട്ടുള്ളത്. കിച്ചണും സെപ്പറേറ്റ് ബെഡ്റൂമും ചെറിയൊരു ലിവിംഗ് സ്പേസും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം ഫ്ളാറ്റിലുണ്ട്. 1300 രൂപയ്ക്ക് 100% മുതൽ തന്നെ. സാധാരണ ബാംഗ്ലൂരിൽ ബുക്ക് ചെയ്യാറുള്ള അനി ലിവിംഗ് സ്പേസിൽ തന്നെയാണ് ഈ ഫ്ളാറ്റും ബുക്ക് ചെയ്തിട്ടുള്ളത്. ബുക്ക് ചെയ്യാനുള്ള നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. എയർബിഎൻബി എന്ന് പറയുന്ന ആപ്പ് വഴി നമുക്ക് എവിടെ വേണമെങ്കിലും ഫ്ളാറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ലോകത്തെവിടെയും ഇത്തരം ചെറിയ റേറ്റിൽ ഫ്ളാറ്റുകൾ ബുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. നാളെ ഇനി ഫ്ളാറ്റ് വിശദമായി പരിചയപ്പെടുത്താം. യാത്രകൾ തുടരുകയാണ്.